ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ 5th ചാപ്റ്റർ അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിലെ എക്സസൈസ് 5.2ലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചെയ്യുന്നത്. തേർഡ് ക്വസ്റ്റ്യനിൽ 5 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ആണ്, ഇൻ ദ ഫോളോവിങ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് ഫൈൻഡ് ദ മിസ്സിംഗ് ടേംസ് ഇൻ ദ ബോക്സസ്. ഇവിടെ മിസ്സിംഗ് ടേംസ് കാണാൻ നമുക്ക് nth ടേം കാണുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. അതുപോലെ ചില ക്വസ്റ്റിനകത്ത് എളുപ്പത്തിൽ മിഡിൽ ടേം കാണാനാണെങ്കിൽ രണ്ട് ടേമിൻ്റെ അടുത്തടുത്ത ഒന്നാമത്തെയും മൂന്നാമത്തെയും ടേമിൻ്റെ സമ്മ് കണ്ടുപിടിച്ച്, അതായത് നമുക്ക് A B C ഇതാണ് 3 ടേമെങ്കിൽ നമുക്ക് B മിഡിൽ ടേം ആണ് കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ B = നമ്മൾ സാധാരണ ആവറേജ് കാണുന്ന പോലെ, മീൻ കാണുന്ന പോലെ A+C/2 എന്ന് ചെയ്താൽ നമുക്ക് കിട്ടും. ചില ക്വസ്റ്റ്യൻസ് അങ്ങനെ ചെയ്യാം. പിന്നെയുള്ളത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് കോമൺ ഡിഫറൻസ് കൂട്ടി കുറച്ച് അടുത്തടുത്ത ടേമുകൾ കണ്ടുപിടിക്കാം. അതുപോലെ ചില ക്വസ്റ്റിനകത്ത് ഇത് ഉപയോഗിക്കാൻ പറ്റാതെ വരും. ഇപ്പോൾ ഫസ്റ്റ് ടൈമും ഒരു 5th ടേമൊക്കെ ആണെങ്കിൽ അത് ഗ്യാപ്പ് കാണാൻ വേണ്ടിയിട്ട് ഈക്വേഷൻ തന്നെ വീണ്ടും മാറ്റി എഴുതേണ്ടി വരും മിഡിൽ ടേം കിട്ടാൻ. അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് nth ടേമിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടും കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 226 ആണ്. 2, മിഡിൽ ടേം അറിയില്ല. അപ്പോൾ നമുക്ക് ആ മിഡിൽ ടേം കാണാം. തൽക്കാലം A B C എന്ന് വിചാരിച്ചാൽ ഇവിടുത്തെ മിഡിൽ ടേം B = A+C/2 എന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് 2 + 26 / 2 എന്നെടുക്കാം. ഈക്വൽ ടു 2 + 26 28 / 2 ആണ്. ഈക്വൽ ടു 14 എന്ന് നമുക്ക് കിട്ടും. ഇവിടുത്തെ ടേം നമ്മൾ 14 എന്ന് എഴുതി. ഇനി ഇതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ടേം നമുക്കറിയില്ല, സെക്കൻഡ് ടേം 13 ആണ്, തേർഡ് ടേം അറിയില്ല, ഫോർത്ത് ടേം 3 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ 3 ടേമിനെ നമുക്ക് A B C എന്ന് വിചാരിച്ചാൽ അവിടെ B = 13 + 3 / 2 എന്നെടുക്കാം. ഈക്വൽ ടു 13 + 3 16 / 2 ഈക്വൽ ടു 8 എന്ന് നമുക്ക് കിട്ടും. ഇനി അവിടുത്തെ നമുക്ക് ഇത് കിട്ടിയ നിലയ്ക്ക് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ D = നമുക്ക് 8 - 13 ചെയ്താൽ, അതായത് തേർഡ് ടേമിൽ നിന്നും സെക്കൻഡ് ടേം നമുക്ക് മൈനസ് ചെയ്താൽ നമുക്കവിടെ കോമൺ ഡിഫറൻസ് കിട്ടും. അത് ഈക്വൽ ടു -5 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ ഫസ്റ്റ് ടേം A = സെക്കൻഡ് ടൈം 13 ആണ്. അപ്പോൾ ഈ 13 മൈനസ് ഈ കോമൺ ഡിഫറൻസ് അതിൽ നിന്ന് കുറച്ചാൽ നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടും. അപ്പോൾ -5 ഈക്വൽ ടു 13 + 5 ഈക്വൽ ടു 18 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ 5, ഒന്നുമില്ല, 9. ഇവിടെ നമുക്ക് മിഡിൽ ടേം എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇവിടെ മിഡിൽ 2 ടേം ഉണ്ട്. ഇതിൻ്റെ സമ്മ് കണ്ടുപിടിച്ച് അതിനെ പകുതിയാക്കുന്നതിലേക്ക് എളുപ്പം നമുക്കിവിടെ അറിയാവുന്ന ഫസ്റ്റ് ടേം A = 5 എന്നറിയാം. അതുപോലെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ടേം അതായത് A4 = നമുക്ക് 9.5 ആണെന്നറിയാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. എന്നിട്ട് ആഡ് ചെയ്താൽ നമുക്ക് ബാക്കിയുള്ള ടേമുകൾ കിട്ടും. അപ്പോൾ ഇവിടെ ഫോർത്ത് ടേം കാണാനുള്ള ഇക്വേഷൻ A4 = A+3D ആണ്. ഈക്വൽ ടു 5 + 3D ഈക്വൽ ടു, അത് ഫോർത്ത് ടേം ആണ്. അപ്പോൾ 9.5 9 × 2 18 + 1 19, അതായത് 19/2 എന്ന് കിട്ടും. അപ്പോൾ ഇനി 3D ഈക്വൽ ടു 19/2 - 5 എന്നെടുക്കാം. ഈക്വൽ ടു 2 × 5 10. അപ്പോൾ 19 - 10 / 2, അതായത് 3D ഈക്വൽ ടു 19 - 10 9 9/2 എന്ന് കിട്ടും. ഇനി അവിടെ D = 9/2 × 1/3, അതായത് /3 × 1/3 ഈക്വൽ ടു, ഈ 9ഉം 3 കൂടെ കട്ടായിപ്പോയി, നമുക്ക് 3/2 എന്ന് ആൻസർ കിട്ടി. അപ്പോൾ നമുക്കിവിടെ ഇവിടെ നമുക്ക് A = 5 എന്ന് കിട്ടി. അതുപോലെ D = 3/2 എന്നും കിട്ടി. അപ്പോൾ ഇനി
സെക്കൻഡ് ടൈം A2 ഈസ് ഈക്വൽ ടു 5 പ്ലസ് 3/2 ആണ്. ഈക്വൽ ടു 2 ഇൻറ്റു 5 10. 10 പ്ലസ് 3 13. 13/2 എന്ന ആൻസർ കിട്ടി. ഇനി A3 ഈക്വൽ ടു 13/2 പ്ലസ് 3/2 ഈക്വൽ ടു 16/2 ഈക്വൽ ടു 8 എന്ന ആൻസർ കിട്ടും. ഇവിടെ ഫസ്റ്റ് ടൈം 5, സെക്കൻഡ് ടൈം 13/2. 13/2 നമുക്ക് 6.5 എന്ന് എഴുതാം, അല്ലെങ്കിൽ 13/2 എഴുതിയാലും കുഴപ്പമില്ല. തേർഡ് ടൈം 8 ആണ്, ഫോർത്ത് ടൈം 9.5 ആണ്. ഇനി ഇതിലെ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇവരുടെ A ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടൈം ഈസ് ഈക്വൽ ടു -4 ആണ്. ഇനി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത് ടൈം ആണ് നമുക്കിവിടെ അറിയാവുന്നത്. A6 ഈക്വൽ ടു 6 ആണ്. അപ്പോൾ A6ൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചാൽ, അതായത് A6 സിക്സ്ത് ടൈം ഈസ് ഈക്വൽ ടു A1 A പ്ലസ് 5D ആണ്. അത് ഈക്വൽ ടു 6 നമുക്ക്. എയുടെ വാല്യൂ അറിയാം, -4 പ്ലസ് 5D ഈക്വൽ ടു 6 ആണ്. 5D ഈക്വൽ ടു 6 പ്ലസ് 4. ഇവിടെയുള്ള -4നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് +4. അപ്പോൾ 5D ഈക്വൽ ടു 10. D ഈക്വൽ ടു 10/5 ഈക്വൽ ടു 2 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ A1 ഫസ്റ്റ് ടൈം ഈസ് ഈക്വൽ ടു -4 ആണ്. A2 ഈക്വൽ ടു -4 പ്ലസ് നമുക്ക് കിട്ടിയ D 2 ആണ്. -4 പ്ലസ് 2 ഈക്വൽ ടു -2. A3 ഈക്വൽ ടു -2 പ്ലസ് 2 ഈക്വൽ ടു 0. A4 ഈക്വൽ ടു 0 പ്ലസ് 2 ഈക്വൽ ടു 2. A5 ഈസ് ഈക്വൽ ടു 2 പ്ലസ് 2 ഈക്വൽ ടു 4. A6 നമുക്ക് തന്നിട്ടുണ്ട്, എങ്കിലും എഴുതി നോക്കുന്നു. ഈക്വൽ ടു 4 പ്ലസ് 2 ഈക്വൽ ടു 6 ആണ്. ഇത് നമുക്ക് ആൻസർ എഴുതി വെക്കാം. -4 -2 0 2 4 6. ഇനി ഇതിലെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് ഫസ്റ്റ് ടൈം അറിയില്ല, D അറിയില്ല, അറിയാവുന്നത് സെക്കൻഡ് ടൈം അറിയാം. A2 ഈക്വൽ ടു 38 ആണ്. അതുപോലെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത് ക്വസ്റ്റ്യൻ അറിയാം. A6 ഈക്വൽ ടു -22 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എയും ഡിയും കിട്ടാൻ വേണ്ടി ഡയറക്റ്റ് ഇക്വേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷനെ സോൾവ് ചെയ്താൽ എയും ഡിയും നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ ലീനിയർ ഇക്വേഷൻ 2 വേരിയബിളൊക്കെ ചെയ്ത പോലെ നമുക്ക് വെറുതെ ഇതിനെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിന് ഇക്വേഷൻ ആക്കി എഴുതാം. അപ്പോൾ A2 എന്ന് പറയുന്നത് A പ്ലസ് ഡി ആണ്. A പ്ലസ് ഡി ഈസ് ഈക്വൽ ടു 38 ആണ്. അതുപോലെ A6 എന്ന് പറയുന്നത് A പ്ലസ് 5D ആണ്. A പ്ലസ് 5D ഈസ് ഈക്വൽ ടു -22 ആണ്. അപ്പോൾ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ നമുക്കിവിടെ ഇക്വേഷൻ പേര് കൊടുത്തേക്കാം. ഇക്വേഷൻ നമ്പർ 1 എന്നും ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുത്താൽ, ഇക്വേഷൻ നമ്പർ 2ൽ നിന്നും ഈ ഇക്വേഷൻ നമ്പർ 1 കുറച്ചാൽ നമുക്ക് A ക്യാൻസൽ ആയി പോകും. D ഈസ് ഈക്വൽ എന്ന് കിട്ടും. അതിൽ നിന്ന് D കണ്ടുപിടിക്കാം. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് A കണ്ടുപിടിക്കാം. ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ 5D മൈനസ് D, അതായത് 4D ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത്, ഇവിടെ ഈ -22 മൈനസ് 38 ആണ്. -22 മൈനസ് 38. അപ്പോൾ 4D ഈക്വൽ ടു -60 എന്ന് കിട്ടും. Therefore D ഈക്വൽ ടു -60 ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു -15 എന്ന് കിട്ടും. അപ്പോൾ D ഈക്വൽ ടു -15 എന്ന് നമുക്ക് കിട്ടി. ഇവിടെ D ഈസ് ഈക്വൽ ടു -15 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഡിയുടെ വാല്യൂ നമുക്കൊരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ A പ്ലസ് ഡി ഈക്വൽ ടു 38 ആണ്. ആ ഇക്വേഷനിൽ നമ്മൾ ഡിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് A പ്ലസ് -15 ഈക്വൽ ടു 38 എന്ന് കിട്ടി. അതായത് A ഈക്വൽ ടു 38 പ്ലസ് 15. ഇവിടെ -15 റൈറ്റ് സൈഡിൽ പോയി +15 ആയി. അപ്പോൾ നമുക്ക് A ഈസ് ഈക്വൽ ടു 53 എന്ന് കിട്ടും. ഇവിടെ A ഈസ് ഈക്വൽ ടു 53, A2 ഈക്വൽ ടു 38 എന്ന് തന്നിട്ടുണ്ട്. ഇനി A3
ഈക്വൽ ടു 38 മൈനസ് 15 ചെയ്യണം 23. A4 ഈക്വൽ ടു 23 മൈനസ് 15 ഈക്വൽ ടു 8 എന്ന് കിട്ടും. A5 ഈക്വൽ ടു 8 മൈനസ് 15 ടു മൈനസ് 7 എന്ന് കിട്ടും. A6 ഈക്വൽ ടു മൈനസ് 7 മൈനസ് 15 ഈക്വൽ ടു മൈനസ് 22 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ എടുത്തെഴുതാം. ഫസ്റ്റ് ടൈം A is equal to 53, സെക്കൻഡ് ടൈം 38 ആണ്. A3 തേർഡ് ടൈം is equal to 23 ആണ്. അതുപോലെ ഫോർത്ത് ടൈം is equal to 8 ആണ്. ഫിഫ്ത്ത് ടൈം is equal to മൈനസ് 7. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2, 14, 26 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ 18, 13, 8, 3 ആണ്. തേർഡ് ക്വസ്റ്റ്യൻ 5, 13.2 അതായത് 6.5, 8, 9.5 ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ -4, -2, 0, 2, 4, 6 ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 53, 38, 23, 8, -7, -22 ആണ്. ഇത് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിച്ചത് മിഡിൽ ടേം ആണെങ്കിൽ നമ്മൾ B is equal to A+C/2 ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും അല്ലെങ്കിൽ തേർഡ് ടൈമും കൂട്ടിയിട്ട് അതിൻ്റെ പകുതി അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് മിഡിൽ ടേം കിട്ടും. സാധാരണ ആവറേജ് അല്ലെങ്കിൽ മീൻ കാണുന്ന രീതി. ഇനി അങ്ങനെ അല്ലാത്ത കേസിൽ നമ്മൾ ഇക്വേഷനായിട്ട് ഉപയോഗിച്ചു ഫസ്റ്റ് ടൈമോ ഏതെങ്കിലും ഒരു സ്ഥാനത്തുള്ള ടൈമോ അറിയാമെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. പിന്നീട് ആ ഡിഫറൻസ് വെച്ചിട്ട് കോമൺ ഡിഫറൻസ് വെച്ചിട്ട് മറ്റു ടൈമുകൾ കണ്ടുപിടിച്ചു. ലാസ്റ്റ് ടൈമിൽ ചെയ്ത് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിനിൽ ചെയ്ത് ഫസ്റ്റ് ടൈമും അറിയില്ല കോമൺ ഡിഫറൻസും അറിയില്ല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ആ ടൈമിൻ്റെ പൊസിഷൻ നമുക്കറിയാം. അത് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ടൈം ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കി, സിക്സ്ത് ടൈം ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കി, ആ ഇക്വേഷനെ സാധാരണ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതേപോലെ സോൾവ് ചെയ്തു, എയും കണ്ടുപിടിച്ചു, ഡിയും കണ്ടുപിടിച്ചു. പിന്നെ ആ വാല്യൂ ഡിയുടെ വാല്യൂ എടുത്തിട്ട് ബാക്കി ഭാഗത്ത് നമ്മൾ ആഡ് ചെയ്തു അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്തു, മറ്റു ടൈമുകൾ കണ്ടുപിടിച്ചു.